പ്രേക്ഷകരെ, നമ്മുടെ കേരളം തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തവണത്തെ പ്രചാരണ രീതികളിലും വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും. ഒരു കാലത്ത് ചുവരെഴുത്തുകൾക്കും അനൗൺസ്മെന്റുകൾക്കുമായിരുന്നു മുൻതൂക്കമെങ്കിൽ ഇന്ന് വോട്ടർമാരുടെ വിരൽത്തുമ്പിലേക്ക് റീൽസുകളിലൂടെ എത്താനാണ് സ്ഥാനാർത്ഥികളുടെയൊക്കെ ശ്രമം. സോഷ്യൽ മീഡിയയിലെ ഈ പുതിയ പ്രചാരണ തന്ത്രങ്ങളിലേക്കാണ് ഇനി. ഒരു കാലത്ത് സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന ചിത്രം കാണണമെങ്കിൽ പഴയ പോസ്റ്ററുകൾ, ചുമർ പോസ്റ്ററുകൾ നോക്കണമായിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇൻസ്റ്റഗ്രാം തുറന്നാൽ സ്റ്റൈലൻ നടത്തവും ട്രെൻഡിങ് ബീജവുമായിട്ട് സ്ഥാനാർത്ഥികൾ തരംഗമാവുകയാണ്. ഇതോടുകൂടി വോട്ട് പിടുത്തം കളറായി മാറി. പ്രസംഗവേദികളേക്കാൾ ഇപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് പ്രിയം സ്മാർട്ട് ഫോൺ സ്ക്രീനുകളാണ്. സ്ഥാനാർത്ഥിയുടെ ഓരോ ചലനവും ആകർഷകമായ വീഡിയോകളായി മാറുമ്പോൾ അത് വോട്ടർമാരിലേക്ക് അതിവേഗം എത്തുന്നു. പഴയകാലത്തെ പോസ്റ്ററുകൾക്ക് പകരം വോട്ടർമാരുടെ ഫോണുകളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ സ്റ്റൈലൻ റീൽസുകളാണ് നിറയുന്നത്. നേരിട്ടുള്ള വോട്ട് ചോദിക്കലിനോളം തന്നെ ഇന്ന് പ്രാധാന്യമറിയിക്കുന്ന ഒന്നായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്നു. യുവ വോട്ടർമാരിലേക്ക് എളുപ്പത്തിൽ എത്താൻ റീലുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. തെരഞ്ഞെടുപ്പ് കാലമായതോടെ റീൽ ചിത്രീകരിക്കുന്നവർക്കും ഡിമാൻഡ് ഏറെയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം ഓടിയെത്തി ചിത്രങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിന് പ്രത്യേക ടീം തന്നെയുണ്ട്. സ്ഥാനാർത്ഥിൻ്റെ കൂടെ അവർ പോകുന്ന സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുക, അപ്പം തന്നെ സ്പോട്ട് എഡിറ്റ് ചെയ്യുക. അങ്ങനെ ഇപ്പം മെയിനായിട്ട് റീൽസാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വഴി വിടുന്നത്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അതിലൂടെ ആൾക്കാർക്ക് എത്തും. എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യാം, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം സോഷ്യൽ മീഡിയ വഴി അറിയിക്കുന്നത്. എല്ലാവരും ഇതിനാണ് മുൻഗണന കൊടുക്കുന്നത്, സോഷ്യൽ മീഡിയക്കാണ്. പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അധികം സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതിലെ കൂടിയാണ് നമ്മളിപ്പം വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ചായം തേച്ച ചുവരുകളിൽ നിന്ന് വോട്ട് ചോദിച്ചിരുന്ന കാലം പതിയെ മായുകയാണ്. മൈക്ക് സെറ്റുകളുടെ മുഴക്കത്തിന് പകരം വിരൽത്തുമ്പിലെ സ്ക്രോളിംഗ് സ്ക്രീനുകളിലൂടെ സ്ഥാനാർത്ഥികൾ വോട്ടറുടെ മനസ്സിൽ ഇടം തേടുന്നു. വികസന പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും റീലാക്കുന്നതോടൊപ്പം പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നവരുമുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളെ സോഷ്യൽ മീഡിയ ടീം ഗംഭീരമാണ്. അവർ അടിപൊളിയായിട്ട് ഇന്നത്തെ ജൻസി പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള റീൽസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ ഞാൻ അവരെക്കാൾ മുകളിൽ നിന്നും അവകാശപ്പെടുന്നില്ല. എന്തായാലും നമ്മുടെ റീൽസ് അതിഗംഭീരമായി മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. അത് സോഷ്യൽ മീഡിയ നമ്മൾ തകർക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളുടെ റീൽസ് ആണ് ആവശ്യം. അല്ലാതെ നമ്മളിങ്ങനെ പോകുന്ന റീൽസ് അല്ല. യഥാർത്ഥത്തിൽ ആവശ്യം വികസന പ്രവർത്തനം. അത് അപ്പുറത്തുള്ളവർക്ക് അത് കാണിക്കാൻ സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെ പ്രചരണത്തിന് ഏറ്റവും നല്ല മീഡിയയാണ്. AI സഹായത്തോടെ സ്ഥാനാർത്ഥിയുടെ രൂപത്തിലുള്ള ചെറു ചിത്രീകരണങ്ങളും നാടുകളിൽ വോട്ട് ചോദിച്ചെത്തുന്ന സ്ഥാനാർത്ഥിയുടെ സ്റ്റൈലൻ നടത്തവും നല്ല BGMഉം കൂടി ചേരുമ്പോൾ വോട്ട് പിടുത്തം കളറാകുകയാണ്. പ്രചാരണ രീതികൾ മാറുന്നുണ്ടെങ്കിലും വോട്ടറുടെ മനസ്സ് ആർക്കൊപ്പമാകുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ചുരുക്കം പറഞ്ഞാൽ ചുവരെഴുത്തുകൾ മങ്ങുകയും മൊബൈൽ സ്ക്രീനുകൾ തിളങ്ങുകയും ചെയ്യുന്ന ഒരു ഹൈടെക് തെരഞ്ഞെടുപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തിരക്ക് നമുക്ക് തെരഞ്ഞെടുപ്പ് ബൂത്തിലും കാണുമോ എന്നുള്ളത് കണ്ടറിയാം. ക്യാമറ പേഴ്സൺ അതേന്ദർ ജിത്തുവിനൊപ്പം M. മുബാറക്, ന്യൂസ് മലയാളം.